നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ 3 ദിവസത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്ലോസിങ്ങിന് ശേഷം ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിലയൻസിൻ്റെയും സൺഫാർമ ഉൾപ്പെടെയുള്ള ഫാർമ സെക്ടറിലുള്ള കമ്പനീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മാർക്കറ്റ് 24,100 മുകളിൽ ക്ലോസ് ചെയ്ത അവസ്ഥയാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. ഇന്ന് മന്ത്ലി എക്സ്പയറി സ്വാഭാവികമായിട്ടും വോളറ്റിലിറ്റി ഉണ്ടാവും. എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളും സ്റ്റോക്കിൻ്റെയും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകളുടെ എല്ലാം തന്നെ എക്സ്പയറി ആണ് എന്നുള്ളത്. കൂടാതെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. മിഡ് ക്യാപ്പ് സെക്ടറുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട്. ബന്ധൻ ബാങ്ക്, ബ്രിഗേഡ് ഹോട്ടൽ, കാനറ, കൂടാതെ തന്നെ കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി, ഡാൽമിയ ഭാരത്, ധനലക്ഷ്മി ബാങ്ക്, പവർ ലിമിറ്റഡ്, എറ്റേണൽ, ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻഷ്യൽ സർവീസ്, ഗാർഡൻ റീ ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയറിംഗ്, കൂടാതെ മഹീന്ദ്ര ലൈഫ് സ്പേസ്, മാരുതി സുസുക്കി, മദേഴ്സൺ സുമി, ഓറിയൻ്റ് സിമെൻറ്റ്, പിരമൽ ഫാർമ, REC, സനോഫി, സഫയർ ഇന്ത്യ, സ്കിപ്പേഴ്സ്, സ്റ്റാർ ഹെൽത്ത്, വർദ്ധമാൻ സ്പെഷ്യൽ ട്യൂബ് സ്റ്റീൽ കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസിങ്ങിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകളിലെല്ലാം തന്നെ മിക്സഡ് അല്ല, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, എന്നാൽ ഡോ നെഗറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്, എന്നാൽ കോസ്പി കൊറിയ പോസിറ്റീവാണ്. പിന്നെ കുറച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. കൂടാതെ ബ്രെൻഡ് ഓയിൽ 102 ഏറ്റവും മുകളിലേക്ക്. പിന്നെ പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 77,000, സിൽവർ 75, ഗോൾഡ് 4,687. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ് വീണ്ടും 4.5% ഇടിഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വിപ്രോ എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് 24,100 നമ്മുടെ സ്പോട്ട് ഉള്ളത്. എന്നാൽ 24,000 കാണാൻ മേജർ സപ്പോർട്ട് സോണായിട്ട് 24,000 നിലകൊള്ളുന്നുണ്ട്. അതായത് PCR 1 താഴെയാണെങ്കിൽ കൂടിയും 24,000 എവിടെയാണോ മാർക്കറ്റ് ഉള്ളത് തൊട്ട് താഴെ 24,000 സപ്പോർട്ടായിട്ട് ഹ്യൂജ് പുട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 24,000 പൊട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതങ്ങ് പിടിച്ച് നിൽക്കാൻ മാക്സിമം മാർക്കറ്റ് ശ്രമിക്കുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 14% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. 587 നിന്ന് 669 വർദ്ധിച്ചു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 65% ഉയർന്നു. 504 നിന്ന് 831 നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. പിരമൽ ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 603 കോടി രൂപ കരസ്ഥമാക്കി. 64 കോടി രൂപയിൽ നിന്ന് വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. സിറ്റി യൂണിയൻ ബാങ്ക് ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:3 എന്ന റേഷ്യോയിൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് 3 സ്റ്റോക്ക് അധികം കിട്ടും. പഞ്ചാബ് സിന്ധ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്നു. 312 നിന്ന് 421 കോടി രൂപയ്ക്ക് ഉയർന്നു. റെയിൽറ്റെയിൽ നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി, 145 കോടി രൂപയുടെ ഓർഡർ. റാലീസ് ഇന്ത്യ നെറ്റ് ലോസാണ് ഈ തവണ ഉള്ളത്. കഴിഞ്ഞ തവണ 32 കോടി രൂപ ലോസ്. ഈ തവണ നെറ്റ് ലോസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, 15 കോടി രൂപ ലോസ്. റൊസാരി ബയോടെക് കമ്പനി 33% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. 34 നിന്ന് 46 പ്രോഫിറ്റ് ഉയർന്നു. ജിൻഡാൽസോ ഇവർ നെറ്റ് പ്രോഫിറ്റ് 290 നിന്ന് 139 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. വെബ്സോൾ എനർജി 48 കോടി രൂപയിൽ നിന്ന് 124 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഫോണിക്സ് ബിൽസ് 270 നിന്ന് 403 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ചാനൽ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.